ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് കേട്ടോ. അപ്പത്തിന് മാവ് അരച്ച് വെച്ചതായിരുന്നു. അതെല്ലാം പൊന്തി ചാടിപ്പോയി. ഇനി ഒരു നല്ല പണിയുണ്ട്. ഈ കൗണ്ടർ ടോപ്പ് മുഴുവൻ ഇനി ക്ലീൻ ചെയ്യണം. ഇങ്ങനെ എപ്പോഴും ഒന്നും സംഭവിക്കാറില്ല കേട്ടോ. അപൂർവമായി ഒക്കെ മാത്രമേ സംഭവിക്കാറുള്ളൂ. ഞാൻ സാധാരണ പാലപ്പത്തിന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാവ് പൊന്തി വരും. അപ്പോഴും എടുത്ത് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാറാണ് പതിവ്. ഇന്നലെ പൊന്തി വന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, എടുത്ത് വെച്ചില്ല. അപ്പോൾ കിട്ടിയ പണിയാണിത്. അപ്പോൾ ഇനി പാലപ്പത്തിന് കറി ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പം കറിയൊക്കെ രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചോറും കറികളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പാടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് രാത്രിയിൽ തന്നെ റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടി അതൊന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് അധികം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ചോറ് വെക്കാനൊന്നും നിൽക്കുകയില്ല. അത് തന്നെ തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. നല്ല ഭംഗിയായിട്ട് ചോറ് കഴുകിയെടുക്കും, എന്നിട്ട് തിളപ്പിച്ചെടുക്കും. പിന്നെ കുറച്ച് കൂണ് തോരൻ വെക്കാനായിട്ട് അതും രാത്രിയിൽ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇടുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കൂണാണ് കേട്ടോ, നമ്മുടെ ചിപ്പിക്കൂൺ. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂൺ ഇങ്ങനെ ചെയ്യാറുണ്ട്, എന്നിട്ടാണ് കഴുകിയെടുക്കുക. അതുപോലെ തന്നെ ഞാനും അങ്ങ് ചെയ്യാറുണ്ട് പുറത്തുനിന്ന് മേടിക്കുമ്പോഴും. ഈ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി മെഴുക്ക് പുരട്ടി വെക്കാനുണ്ട്. ഈ കൂണ് കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അതിലേക്ക് തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ഒക്കെ ഇട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് ഇത് അതിലേക്കിട്ട് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയുടെ കെടുതികളൊക്കെ എല്ലായിടത്തും ഉണ്ടോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും വൈകിട്ട് 7:30 എൻ്റെ ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക. എണ്ണ ചൂടായപ്പോൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് വേവിച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ കുറേ നാളുണ്ടാക്കുമായിരുന്നു. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തതാണ് കേട്ടോ. അത് കുറച്ചും കൂടെ കുഴയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടേസ്റ്റിനൊന്നും യാതൊരു കുറവുമില്ല. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാലും. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇനി വേറെ പണികളൊന്നും അധികം ഇല്ല. ഇനി നമ്മൾ കൂൺ തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് വഴന്ന് കിട്ടണ്ട, ഒന്ന് വാടുന്ന ഒരു പരുവമാകുമ്പോഴേക്കും നമ്മളതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂൺ തോരൻ വെക്കുന്ന റെസിപ്പി മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക്
ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ അതിലൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ കോഫി മഗ് സ്റ്റാൻഡ് ഞാൻ ഈ അടുത്തിടെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ നല്ല ഒരു കോഫി മഗ് സ്റ്റാൻഡാണ്. നമ്മുടെ കൂൺതോരൻ എന്തായി എന്നൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ചായക്ക് വെള്ളം ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. രാവിലെ കുറച്ച് പണികളൊക്കെ അങ്ങ് ഒതുങ്ങി തോരനും മെഴുക്ക് പുരട്ടിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. കറിയൊക്കെ രാത്രിയിൽ തന്നെ റെഡിയാക്കി വെച്ചിരുന്നുകൊണ്ട് ഒരുപാട് ആശ്വാസമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ വർഷം സ്കൂൾ തുറന്നതിന് ശേഷം മിക്ക പണികളും രാത്രിയിൽ തന്നെ തീർത്ത് വെക്കാറുണ്ട്. അപ്പോൾ രാവിലെ വലിയ വെപ്രാളമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ പണികളൊക്കെ തീർക്കാം. അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞ് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി കഴിഞ്ഞ് മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഉപ്പും ഒക്കെ ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. അതിനുശേഷം മാത്രം പാലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തി ആയിട്ടുള്ള പാലപ്പം നമുക്ക് കിട്ടും. അതുപോലെ പാലപ്പത്തിന് മാവ് അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മാവ് ഇളക്കാൻ പാടില്ല. മുകളിൽ നിന്ന് മാത്രമേ കോരി എടുക്കാൻ പാടുള്ളൂ. ഇപ്പോഴാണ് നല്ല ടെക്സ്ചറിലുള്ള പാലപ്പം നമുക്ക് ലഭിക്കുക. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുറച്ച് മീൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചിട്ട് വരാം. രാവിലെ ഗ്രീൻ ടീ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. താങ്ക് യു.